ആ ഒരു മോഡൽ വേറെ ഏതെങ്കിലും ഉണ്ടോ നമുക്ക് മഴയത്ത് ഇടാൻ പറ്റുന്നത്? ഇടാൻ പറ്റുന്ന. ഓക്കെ, അപ്പോൾ ആ ഒരു ഷൂ എടുത്തു. ഇനിയിപ്പോൾ എന്താ എടുക്കേണ്ടത്? എന്തായാലും ഒരു ഹെൽമെറ്റ് നോക്കണം. ഈ ഒരു ഹെൽമെറ്റ് ഇതിന് 5999 ആണ്. അതുണ്ടോ എന്തായാലും ബ്ലൂ തന്നെ നോക്കാം. കാരണം ഈ എല്ലാം എടുത്തു കഴിഞ്ഞാൽ ചിലപ്പം നമ്മൾ മഴയത്തൊക്കെ യൂസ് ചെയ്ത് കരിമ്പനൊക്കെ അടിച്ചാൽ പെട്ടെന്ന് വിസിബിൾ ആവും. ബാറ്ററി പാക്കൊക്കെ വരുന്നുണ്ട്. ഹബ്ബ് മോട്ടറാട്ടോ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ എവിടെയാണ് ഉള്ളതെന്ന് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കണ്ടാൽ നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ ഡെക്കാത്തലോണിലാണ്. അപ്പോൾ കുറച്ച് നാളായിട്ട് വിചാരിക്കുന്ന ഒരു റെയിൻ ജാക്കറ്റ് വാങ്ങിക്കണമെന്ന്. ഇപ്പോഴാണ് കറക്റ്റ് ടൈമില്ലേ മഴയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ. അതുപോലെ തന്നെ ഒന്ന് രണ്ട് ഐറ്റംസ് ഒക്കെ മനസ്സിലുണ്ട്, പറ്റുവാണെങ്കിൽ അതൊക്കെ ഒന്ന് വാങ്ങിക്കണം. അതുപോലെ തന്നെ സൈക്കിളിൻ്റെ വിശേഷങ്ങൾ അറിയണം, ഇവിടെ എന്തെങ്കിലും ഓഫർ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ടോ എന്ന് നോക്കണം. അതൊക്കെയാണ് ഈ ഒരു വരവിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അകത്തേക്ക് വയ്ക്കാം. ഇത് നമ്മുടെ വൈറ്റില ഡെക്കാത്തലോണാണ്. അപ്പോൾ ഇവിടെ കഴിഞ്ഞ ദിവസം കുറേ സൈക്കിൾസൊക്കെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നും കാണുന്നില്ല. മിക്കവാറും മഴയൊക്കെ ആയതുകൊണ്ട് എടുത്തുകൊണ്ട് പോയതാവും. അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ നമുക്ക് എല്ലാ ഡെക്കാത്തലോണിലും കാണുന്ന പോലെ തന്നെ ഒരു കോർട്ടുണ്ട്, ഒരു പ്ലേ ഗ്രൗണ്ട്, മറ്റേ ബാസ്ക്കറ്റ് ബോൾ ഗ്രൗണ്ടൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു രണ്ട് കയാക്ക് കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അകത്തേക്ക്. അപ്പോൾ സമയം 10 മണി, കറക്റ്റ് 10 മണിക്കാട്ടോ ഓപ്പൺ ചെയ്യണേ. 10 AM to 10 PM കേട്ടോ എൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ കറക്റ്റ് 10 മണി ആയപ്പോഴത്തേനും അവർ ഓപ്പൺ ചെയ്തട്ടോ. അപ്പോൾ ഇതിൻ്റെ ലേഔട്ട് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ഒരു ചേഞ്ച് ചെയ്തു കേട്ടോ. നേരത്തെ ആ ഒരു സൈഡിൽ നിന്നായിരുന്നു ഓപ്പണിങ്. ഇപ്പോൾ നേരെ ഒരു ഡോറിൻ്റെ നേരെ കേട്ടോ കംപ്ലീറ്റ് ആ ഒരു ലേഔട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സൈക്കിളിൻ്റെ ഒക്കെ സെക്ഷൻ ആ ഒരു ഏറ്റവും അങ്ങേയറ്റത്താണ് വരുന്നത്. ഇവിടെ നമുക്ക് വേറെ ഡ്രസ്സ് ഐറ്റംസൊക്കെ, സ്പോർട്ട് ഐറ്റംസൊക്കെ ആട്ടോ ഇവിടെ. നമുക്ക് ആ ഒരു സെക്ഷനിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു സൈഡിൽ കിഡ്സിൻ്റെ സൈക്കിളിൻ്റെ സെക്ഷനാണ് കേട്ടോ. അതുപോലെ തന്നെ പുതിയൊരു മോഡൽ കിഡ്സിന് വേണ്ടിയിട്ട് റിവർ സൈഡ് 120 ഇഞ്ച് എന്ന് പറഞ്ഞൊരു സൈക്കിളോടെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന ബ്ലാക്ക് കളർ. ഇത് കുറച്ച് നാളായിട്ടുള്ളൂ ഇത് ലോഞ്ച് ചെയ്തിട്ട്. അപ്പോൾ ഏതായാലും കൊള്ളാം. അത് 6999 ആണ് അതിൻ്റെ പ്രൈസ് വരുന്നത്. അതുപോലെ തന്നെ മൈ ബൈക്ക് ഇഷ്ടപ്പെടുന്നവർക്കൊരു ഹാപ്പി ന്യൂസ് ഉണ്ട്. മൈ ബൈക്ക് കുറച്ച് നാളായിട്ടില്ലായിരുന്നു, ഇവർ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ട് ST10 ആക്കിയായിരുന്നു. വീണ്ടും മൈ ബൈക്ക് തിരിച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ഐക്കോണിക് മൈ ബൈക്ക്, പക്കാ വാല്യൂ ഫോർ മണിയാണ്. 5999, ഒരു ഡൗട്ടും ഇല്ല, അടിപൊളി ബൈക്ക് കേട്ടോ. അപ്പോൾ സൈക്കിളിൻ്റെ പുതിയ മോഡൽസ് ഒന്നും അങ്ങനെ വന്നിട്ടില്ല. കളറിലുള്ള ചെറിയ അപ്ഡേഷൻസ് ഒക്കെ കേട്ടോ. നേരത്തെ ഉണ്ടായിരുന്ന ഒരു മോഡൽസൊക്കെയാണ് ഇവിടെ ഉള്ളത്. റോക്ക് റൈഡറിൻ്റെ ഈ ബൈക്കാണ്. മോഡൽ നെയിം EST100 അല്ലേ? EST100. ബാറ്ററി പാക്കൊക്കെ വരുന്നുണ്ട്. ഹബ്ബ് മോട്ടറാട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് നിങ്ങൾക്ക് ഇതിൽ അത്തോടെയൊക്കെ ടെസ്റ്റ് റൈഡൊക്കെ കൊടുക്കില്ലേ? ഇതിവിടെ നമുക്ക് കുറേ ഷൂസ് ഉണ്ട് കേട്ടോ. അത് സൈക്ലിംഗ് ഷൂ അല്ല, നമുക്ക് സൈക്ലിങ്ങിന് ഉപയോഗിക്കാൻ പറ്റും. 699 മുതൽ സ്റ്റാർട്ട് ചെയ്യണ പ്രൈസ് കേട്ടോ. ഇത് നമുക്ക് സൈക്ലിങ്ങിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഷൂ ആണ്. സൈക്ലിങ്ങിന് സ്പെസിഫൈ ചെയ്തിട്ടുള്ള പ്രത്യേകം ഷൂസ് ഇവിടെ ഡെക്കാത്തലോണിൽ അങ്ങനെയില്ല കേട്ടോ. റണ്ണിങ് ഷൂസ് ഉണ്ട്, നമുക്ക് നമ്മുടെ ഒരു പർപ്പസിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. 699 ഇതാട്ടോ, 2 കളറുണ്ടായിരുന്നു. അപ്പോൾ ജാക്കറ്റ് ആയാലും നമ്മൾ എടുക്കുന്നുണ്ട്. വേറെ ഐറ്റോടെ ഞാൻ നോക്കി വന്നിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇപ്പം മഴ ടൈം ആയതുകൊണ്ട് ഷൂ ഒക്കെ ഇട്ട് നമ്മൾ റൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം നനഞ്ഞ് വിറക്കി സോക്സ് എല്ലാം കുതിർന്നിരിക്കട്ടെ. അതിന് വേറെ ഒരു നല്ലൊരു ഓൺലൈനിൽ കണ്ടായിരുന്നു ഒരു ചെരുപ്പ് ടൈപ്പ്. ആ ഒരു സ്വിമ്മിങ് സെക്ഷനിലാണോ ഉള്ളത്? അതൊന്ന് കാണിച്ചു തരും. നബാജി എന്ന് പറഞ്ഞ ഒരു അതിൻ്റെ അല്ല. ഏതാ അത്? ഓക്കെ, അത് കവർ ചെയ്തിരിക്കുന്ന ടൈപ്പ് അല്ലേ? അത് ഈ ഇങ്ങനത്തെ മെറ്റീരിയൽ ഇതല്ല, ഈ ഒരു ഇങ്ങനത്തെ മെറ്റീരിയൽ സിന്തറ്റിക് ടൈപ്പ്. ഇതിന്റെ നമുക്ക് ഇങ്ങനത്തെ ചെപ്പല് മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ആണ് വരുന്നത്. പിന്നെ വരുന്ന ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഇപ്പൊ നമുക്ക് ആകെ സൈസ് ഇത് മാത്രം അവൈലബിൾ ആയിട്ടുള്ളൂ. ഓ, ചെറിയ സൈസ് അല്ലേ? ഓക്കെ, ഈ ഒരു ഷൂ ഞാൻ നോക്കി വന്നായിരുന്നു കേട്ടോ. അത് ഓൺലൈൻ ഞാൻ കണ്ടായിരുന്നു. ഓക്കെ, മഴയത്താകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കംഫർട്ടാണ്. ഷൂവിലൊക്കെ മൊത്തം വെള്ളം കയറി നമുക്കിനി ഫുള്ള് കുറച്ച് കാലത്തേക്ക് മഴയല്ല. അപ്പം ഈ ഒരു ഇതാണെന്നുണ്ട് അടിപൊളിയായിട്ടോ. വാട്ടർ നമുക്ക് വെള്ളത്തിൽ ഇറങ്ങിയാലും പ്രശ്നമൊന്നുമില്ല. ആ ഒരു മോഡൽ വേറെ ഏതെങ്കിലും ഉണ്ടോ നമുക്ക് മഴയത്ത് ഇടാൻ പറ്റുന്നത്? ഇതെല്ലാം നമുക്ക് ഇടാൻ പറ്റുന്ന. ഓക്കെ, പെട്ടെന്ന് തന്നെ ഡ്രെയിൻ ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു ഷൂ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് അക്വാ ഷൂ അല്ലേ? അക്വാ ഷൂ ആണ്. നമുക്ക് സ്വിമ്മിങ്ങിനൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ഷൂ ആട്ടോ. അപ്പോൾ സൈക്ലിങ്ങിന് പറ്റുമെന്ന് നോക്കണം. ഏതായാലും വെള്ളം നനഞ്ഞാലേ അതൊരു പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു മോഡലാണ് ഇവിടെ. ഇതിൻ്റെ കുറച്ച് മോഡൽസേ ഉള്ളൂ കേട്ടോ. ഒന്ന് സൈസ് കറക്റ്റാണെന്ന് നോക്കാം. ഷോട്ട് ഹീലില്ല അല്ലേ? തീരെ ഫ്ലാറ്റാണ്, ഇച്ചിരി ടൈറ്റ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല കറക്റ്റാണ്, കുഴപ്പമില്ല. ഇതിന് സോക്സ് ഒന്നും വേണ്ടല്ലോ, കംഫോർട്ടാണ് അല്ലേ മഴയത്ത്. അതിൻ്റെ വേറെ കളർ ഓപ്ഷൻസ് ഇതുണ്ട്, ബ്ലാക്ക് ഉണ്ട്. ഞാൻ ഈ ഒരു ഐറ്റമാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഇതിന് സൈസ് ഓൺലൈൻ, പക്ഷേ ഈ സെയിം സൈസ് തന്നെ നോക്കിയാൽ മതി ഓൺലൈനിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ആ ഒരു ഷൂ എടുത്തു. ഇനിയിപ്പോൾ എന്താ എടുക്കണ്ടേ?
ഇവിടെ സൈക്കിളിൻ്റെ ആക്സസറീസ് ഉണ്ട് കേട്ടോ. ഈ ഒരു സെക്ഷൻ മൊത്തം ആക്സസറീസാണ്. ആക്സസറീസിൻ്റെ കംപ്ലീറ്റ് ആക്സസറീസും ഉൾപ്പെടുത്തിക്കൊണ്ട ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം. എന്തായാലും ഒരു ഹെൽമെറ്റ് നോക്കണം. ഈ ഒരു ഹെൽമെറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു MTB ഹെൽമെറ്റാണ് റോക്ക് റൈഡറിൻ്റെ. പക്ഷേ ഈ കളർ എനിക്കിഷ്ടമല്ല. ഇതിന് യെല്ലോ, ബ്ലാക്ക്, റെഡ്, ഇതിൻ്റെ ഒരു ബ്ലൂ കളർ കേട്ടോ. അത് ഓൺലൈനിലുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഓൺലൈനിൽ നോക്കാം. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 2500 രൂപ കേട്ടോ. ഇതൊരു പുതിയ ഹെൽമെറ്റ്. ഇത് കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഇല്ലായിരുന്നു. ഇതിന് 5999 ആട്ടോ. ഇത് കണ്ടോ, റോഡ് ബൈക്കിനൊക്കെ യൂസ് ചെയ്യാനൊക്കെ കിട്ടും. ഇത് ഇത്രയും പോർഷൻ കണ്ടില്ല, ഭയങ്കര പ്ലെയിൻ ആയിട്ടല്ലേ. റേസർ, ഇത് റേസിങ്ങിനൊക്കെ യൂസ് ചെയ്യാനൊക്കെ കിട്ടും. വാൻഡ്രസലിൻ്റെ ആണ്. പിന്നെ അത് ഇതിൻ്റെ ഒരു ഡ്യുവൽ ടോൺ കളർ ഉള്ളൊരു ഹെൽമെറ്റ് ഇവിടെ ഇരിപ്പുണ്ട്, 2999. പിന്നെ ഇത് നമ്മൾ യൂസ് ചെയ്യണ റോഡർ 500 സെയിം ഹെൽമെറ്റ്. അപ്പം ഒരു ഹെൽമെറ്റ് എന്തായാലും ഓൺലൈനിൽ നോക്കാം. നമ്മുടെ മെയിനായിട്ട് ഉദ്ദേശിച്ച് വന്ന ജാക്കറ്റാണ്. ജാക്കറ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്തായാലും ബ്ലൂ തന്നെ നോക്കാം. കാരണം എല്ലാം എടുത്തു കഴിഞ്ഞാൽ ചിലപ്പം നമ്മൾ മഴയത്തൊക്കെ യൂസ് ചെയ്ത് കരിമ്പനൊക്കെ അടിച്ചാൽ പെട്ടെന്ന് വിസിബിൾ ആവും, ചെളിയൊക്കെ പറ്റിയ. ബ്ലൂ ആകുമ്പോൾ ആ ഒരു വിഷയമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ജാക്കറ്റ് കേട്ടോ. നല്ല കറക്റ്റ് ഫിറ്റ് ആട്ടോ. നമ്മുടെ ജേഴ്സിയുടെ ഒരു സെയിം സൈസ് തന്നെ എടുത്താൽ മതി. പിന്നെ കാറ്റൊക്കെ പിടിക്കുമെന്ന് പേടിക്കണ്ട. അങ്ങനെ ബോഡിയിൽ അങ്ങനെ കറക്റ്റ് ഫിറ്റായിട്ട് കിടന്നോളൂ. നമ്മുടെ ജേഴ്സിയുടെയൊക്കെ ഒരു ഇടുന്ന ഫുൾ സിബ് ഇടില്ലേ, സെയിം അത് തന്നെ ഇങ്ങനെ മേലിലേക്ക് കയറ്റിയിട്ടാണ് കംഫർട്ടബിളാണ്. ഇനി പൊളിക്കണം മഴയത്ത് ഒന്നും നോക്കല്ല. അടിപൊളിയല്ല കളറ്. എല്ലാക്കാലും എനിക്ക് ഈ ബ്ലൂ ആയിട്ട് ഇഷ്ടപ്പെട്ടെ. കൊള്ളാം. 999 ആട്ടോ ഇതിൻ്റെ പ്രൈസ്. അതിൻ്റെ 1499 ആണ് ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ്. ഓഫർ പ്രൈസ് 999. നിങ്ങൾക്ക് ഓൺലൈൻ മേടിക്കാം. ഓൺലൈൻ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ജേഴ്സി അതാണ് അവർ ജേഴ്സിയുടെ സെയിം സൈസ് എടുക്കാൻ കേട്ടോ. വേറെ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ പ്രത്യേകിച്ച് ഓഫർ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഞാൻ വിചാരിച്ച മൺസൂൺ ആയതുകൊണ്ട് എന്തെങ്കിലും ഓഫറൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചതാണ്. അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഓഫറൊന്നുമില്ല. ചില ഐറ്റംസിനൊക്കെ പ്രൈസ് ഡ്രോപ്പ് ഉണ്ട്, അത്രയും ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് ഇവിടെ കുറച്ച് ക്ലീനിങ്, അതുപോലെ ലൂബ് ഐറ്റംസൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ക്ലീനർ ഉണ്ട്. ഇത് നോക്കി, ഇതിന് റേറ്റ് കണ്ടോ, 799. ഇതെത്ര 1 ലിറ്റർ അല്ലേ? 1 ലിറ്ററിന് 799. അതുപോലെ തന്നെ ചെയിൻ ലൂബ് 599 ചെയിൻ ലൂബ് കേട്ടോ. വാക്സ് ലൂബ് ആട്ടോ. അതുപോലെ ഇവിടെ ഇതെന്ത് സംഭവം? ഇത് ഡിഗ്രീസർ അല്ലേ? ഡിഗ്രീസർ ആട്ടോ. ക്ലീനർ, ഡിഗ്രി എല്ലാ സംഭവമാണ് കേട്ടോ. അതിൻ്റെ വരുന്നത് 899 ആണ്. ഈ ലൂബ് ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ. ഇവിടെ മുമ്പ് വന്നപ്പം ഈ സംഭവം എന്തോ D3 ലൂബ്രിക്കൻ ചെയിൻ വാക്സ് കണ്ടൻറ്റ് വരുന്ന കേട്ടോ സംഭവം. അപ്പോൾ നമ്മുടെ പർച്ചേസ് കഴിഞ്ഞു കേട്ടോ. ആ ഒരു ജാക്കറ്റും ഷൂവും മാത്രമായിട്ടോ വാങ്ങിച്ചേ. അപ്പോൾ നിങ്ങൾ ഡെക്കാത്തോണിൽ വന്നിട്ട് എന്ത് ഐറ്റംസ് വാങ്ങിച്ച് കഴിഞ്ഞാലും അതിൻ്റെ ഒറിജിനൽ ബില്ല് തന്നെ വാങ്ങിച്ച് സൂക്ഷിച്ച് വയ്ക്കുക കേട്ടോ. അവർ പറയും SMS ചെയ്ത് തരാമെന്ന്. പക്ഷേ അതല്ല, പേപ്പറിൽ പ്രിൻറ്റ് ചെയ്ത് തന്നെ ഒരു ബില്ലില്ല, അത് തന്നെ വാങ്ങിച്ച് വയ്ക്കുക. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഡെക്കാത്തോണിൽ മിക്ക പ്രോഡക്റ്റിന് നമുക്ക് വാറണ്ടി ഉണ്ട്. ആ ഒരു വാറണ്ടി പീരീഡ് കഴിഞ്ഞ് പിന്നെ എന്തെങ്കിലും ഡാമേജ് ഒക്കെ വന്നാൽ അവർ റീപ്ലേസ് ചെയ്ത് തരും. അത് ഭയങ്കര പ്ലസ് പോയിൻ്റാണ്. ഡെക്കാത്തോണിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാനുള്ള കാരണം, നമ്മൾ സൈക്ലിങ്ങിൻ്റെ ഐറ്റംസ് ആയിക്കോട്ടെ, മിക്ക ഐറ്റംസിനും ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസിനും തന്നെ അവർ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കത് വെറുതെ കളയേണ്ട ആവശ്യമില്ല. ആ ഒരു വാറണ്ടി പീരീഡിന് മുന്നേ മാറ്റിയെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഞാനിങ്ങനെ ഒരു പ്രാവശ്യം ഒരു ഐറ്റം മാറി വാങ്ങാൻ വന്നപ്പോഴത്തേനും ഇവർ ബില്ല് ചോദിച്ചു. അന്ന് എൻ്റെ കയ്യിൽ ആ ഒരു ബില്ലില്ല, എൻ്റെ ബില്ല് മിസ്സായി പോയായിരുന്നു. അതുകൊണ്ട് അവരൊരു ബില്ലില്ലാതെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇതാന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചാണ്, നിങ്ങളുടെ സിസ്റ്റത്തിലുണ്ടാവുമല്ലോ, അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഇവർക്ക് ഒന്നുമില്ല. എൻ്റെ നമ്പർ വെച്ചിട്ട് നോക്കി, ആ ഒരു നമ്പറിൽ അങ്ങനെ ഞാൻ വാങ്ങിച്ചിട്ടേ ഇല്ല. പക്ഷേ എന്താ പറ്റുന്നത് വെച്ചാൽ എൻ്റെ നമ്പറിന് പകരം വേറെ ഒരു നമ്പർ അവർ വെച്ചേക്ക് പറഞ്ഞു. എങ്ങനെ ഞങ്ങൾ കണ്ടുപിടിച്ചെന്ന് വെച്ചാൽ, ഞങ്ങൾ ആ ഒരു വന്ന ഡേറ്റൊക്കെ എനിക്കറിയാം. ഡേറ്റും വാങ്ങിച്ച ഒരു എമൗണ്ടൊക്കെ വെച്ച് ഒരു 1-2 മണിക്കൂറത്തെ പണി കേട്ടോ. നോക്കിയപ്പോഴത്തേനും സംഭവമുണ്ട്, പക്ഷേ വേറെ നമ്പറിൽ ഇവർ വെച്ചേക്ക് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ആ ഒരു ഒറിജിനൽ ബില്ല് തന്നെ വാങ്ങിച്ച് സൂക്ഷിച്ച് വെച്ചേക്കുക. ഇനി നമുക്ക് അറിയാൻ പറ്റും, കാരണം ഇവർ എന്ത് വാങ്ങിച്ചാലും ഇവരുടെ സിസ്റ്റത്തിലുണ്ടാവും. പക്ഷേ അന്ന് ഞാൻ പറഞ്ഞില്ല, സിസ്റ്റത്തിലുണ്ട് സംഭവം, പക്ഷേ ആ ഒരു വേറെ നമ്പറിലാണ് ഇവർ വെച്ചത്. അത് ഒരു എന്താ പറയുക, ശരിയായൊരു കാര്യമല്ലല്ലോ. അത്യാവശ്യം നല്ല വിലയുള്ളൊരു ഐറ്റം അറിഞ്ഞാൽ എനിക്ക് ലാസ്റ്റ് മാറി തന്നു. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോന്ന് പറഞ്ഞ് മാറി തന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം ഒന്ന് മൈൻഡിൽ വെച്ചേക്കുക. അപ്പോൾ നല്ല മഴ വരുന്നുണ്ട്. ജാക്കറ്റ് ഏതായാലും മേടിച്ചു, അതൊക്കെ ഇട്ടിട്ട് അങ്ങ് പോയാലാണ് ആലോചിക്കുന്നത്. ഏതായാലും അടിപൊളി, നല്ലൊരു യൂസ്ഫുൾ ഐറ്റം കേട്ടോ. കാരണം ഞാനത് കഴിഞ്ഞ സീസൺ മുതലേ വാങ്ങിക്കണമെന്ന് വിചാരിച്ചു. നമ്മൾ മഴയത്തൊക്കെ ചവിട്ടുമ്പോഴത്തേന് ജാക്കറ്റ് എപ്പോഴും നല്ല, അത്രയും മഴ നനയുണ്ടല്ലോ, ജേഴ്സിക്കല്ലേ മൊത്തം കുതിർന്നിരിക്കും. പിന്നെ ആ ഒരു ഷൂ വാങ്ങിച്ചത് സൈക്ലിംഗ് ഷൂ അല്ല, സ്വിമ്മിംഗ് ഷൂ ആണ്. പക്ഷേ നമുക്ക് നമ്മുടെ ഒരു പർപ്പസ് നടക്കും, അപ്പോൾ അത് വിചാരിച്ച് വാങ്ങിച്ചാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയാലും ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.